ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോ വപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. എല്ലാവർക്കും പ്രണാമം. ഓം നമോ നാരായണായ. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം ചതുർത്ഥ അധ്യായം വാധരൂപ ഉപപത്തി പ്രകരണം തൃതീയ ബ്രാഹ്മണം സ്വയം ജ്യോതി ബ്രാഹ്മണം സപ്തമ മന്ത്രം. കഥമാത്മാ ഇതി യോയം വിജ്ഞാനമയഃ പ്രാണേഷു ഹൃത്യന്തർജ്യോതിഃ പുരുഷഃ സ സമാനഃ സൻ ഉഭൗ ലോകൗ അനുസഞ്ചരതി ധ്യായതി ഇവ ലേലായതി ഇവ സഹി സ്വപ്നോ ഭൂത്വാ ഇമം ലോകം അധിക്രാമതി മൃത്യോരൂപാണി. ജനക മഹാരാജാവിന്റെ ചോദ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂർവ ഉക്തേഷു കഹ ആത്മജ്യോതിഃ. അല്ലയോ ഗുരുനാഥ യാജ്ഞവൽക്യ മഹർഷി, അങ്ങ് മുൻപ് പരാമർശിച്ചല്ലോ പല പല ജ്യോതികളെ കുറിച്ച്. അതിൽ ആത്മജ്യോതി ഏതാകുന്നു? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി അതിന് മറുപടി പറഞ്ഞു. യോയം യഹ അയം, അതെന്തെന്നാൽ അല്ലയോ സമ്രാട്ട് അങ്ങ് കേട്ടുകൊള്ളൂ. വിജ്ഞാനമയഃ പ്രാണേഷു ഹൃത്യന്തർജ്യോതിഃ. വിജ്ഞാനമയനായിരിക്കുന്നത് ജ്യോതി അല്ലെ. പ്രാണേഷു ജ്യോതിഃ ഹൃത്യന്തരഃ ജ്യോതിഃ. സർവ ജീവാത്മാക്കളിലും ജ്യോതിസായിരിക്കുന്നതെന്തോ അതാകുന്നു ആത്മജ്യോതി. സർവ ജീവാത്മാക്കളിലൂടെയും കരണങ്ങളിൽ ജ്യോതിസായിരിക്കുന്നതെന്തോ അതാകുന്നു ആത്മജ്യോതിഃ. സർവ ജീവാത്മാക്കളുടെയും മനസ്സിൽ, അതായത് മനബുദ്ധി ചിത്താഹങ്കാരങ്ങളിൽ സൂക്ഷ്മ ശരീരത്തിൽ ജ്യോതിയായിരിക്കുന്നതെന്തോ അതാകുന്നു ആത്മജ്യോതി അല്ലെ. അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്. അടുത്തതിലേക്ക് പോകാം. പുരുഷഃ അടുത്ത വാക്ക് അല്ലെ. ഹൃത്യന്തർജ്യോതിഃ അടുത്ത വാക്ക് പുരുഷഃ. ഈ സന്ദർഭത്തില് പുരുഷൻ എന്ന വാക്കിന്റെ അർത്ഥം പരമാത്മാ. സ സമാനഃ സൻ. ഈ പുരുഷൻ, അതായത് ഞാനിപ്പോൾ എന്താണ് ജ്യോതിസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിൽ ആ ഭാവന വിടരുത്. ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷി രണ്ടുപേരും തമ്മിലുള്ള സംവാദം യാജ്ഞവൽക്യ മഹർഷി തുടരുന്നു. എന്താണ് ജ്യോതിസ് എന്നതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അതിന്റെ വിസ്താരമാണ്. ഈ പരമാത്മാവ് സമാന സൻ ഉഭൗ ലോകൗ അനുസഞ്ചരതി. ഈ പരമാത്മാവ് സാക്ഷിയായിരിക്കുന്നതിനാൽ, അതാണ് സ എന്ന് വെച്ചാൽ അവൻ. ആര്? ഈ പരമാത്മാ. ബാക്കിയെല്ലാം നമ്മൾ അധ്യാഹാരം ചെയ്യണം. സാക്ഷിരൂപേണ ഉപലബ്ധിഃ അല്ലെ. നമ്മൾ ഇന്നലെ എഴുതിയത് തന്നെ. സാക്ഷിരൂപ, അതാണ് സാക്ഷിയായി ഇരിക്കുന്നതിനാൽ അല്ലെ, ഉപലബ്ധമായിരിക്കുന്നതിനാൽ ആകുന്നു സ അല്ലെ. അടുത്ത വാക്ക് സ.
അപ്പോൾ സ എന്ന പദത്തിൻ്റെ മുൻപിലായിട്ടാണ് നമ്മൾ അധ്യാഹാരം ചെയ്തത് സാക്ഷിരൂപേണ ഉപലബ്ധി. അപ്പോൾ ഈ വാക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഈ സെൻറ്റൻസ് പുരുഷഃ പരമാത്മാ, എഴുതിക്കോളൂ. പുരുഷഃ കഴിഞ്ഞ് പരമാത്മാ സാക്ഷിരൂപേണ ഉപലബ്ധി, സാക്ഷിരൂപേണ ഉപലബ്ധി, സാക്ഷിരൂപേണ ഉപലബ്ധി. അടുത്ത വാക്ക് സ, സ ജീവാത്മാ. സ കഴിഞ്ഞിട്ട് വലതുവശത്തായിട്ട് സായ്ക്ക് ശേഷം ജീവാത്മാ, ജീവാത്മാ. അത് കഴിഞ്ഞ് എഴുതുക. കുറച്ച് എഴുതാനുണ്ട്, എഴുതുക. ജീവാത്മാ, സ കഴിഞ്ഞ് ജീവാത്മാ കഴിഞ്ഞ് കോമ ഇട്ടിട്ട് സജീവാത്മാ ജാഗ്രത അവസ്ഥേന, ജാഗ്രത അവസ്ഥേന അല്ലെ അവസ്ഥായാം എന്ന് എഴുതാം, രണ്ട് ശരിയാട്ടോ. ജാഗ്രത അവസ്ഥായാം അല്ലെ ജാഗ്രത അവസ്ഥേന, ജാഗ്രത അവസ്ഥയിൽ നിന്നും എന്നാണ് അതിൻ്റെ അർത്ഥം. ജാഗ്രത അവസ്ഥേന സ്വപ്നാവസ്ഥായാം, സ്വപ്നാവസ്ഥായാം അനുസഞ്ചരതി, ജാഗ്രത അവസ്ഥേന സ്വപ്നാവസ്ഥായാം അനുസഞ്ചരതി ച സുഷുപ്തി അവസ്ഥായാം അനുസഞ്ചരതി ഏവ, സുഷുപ്തി അവസ്ഥായാം അനുസഞ്ചരതി ഏവ. എഴുതിയെന്ന് വിചാരിക്കുന്നു. പുരുഷഃ പരമാത്മാ അല്ലേ, സാക്ഷിരൂപേണ ഉപലബ്ധി, സ ജീവാത്മാ ജാഗ്രത അവസ്ഥായാം സ്വപ്നാവസ്ഥേന അനുസഞ്ചരതി ച സുഷുപ്തി അവസ്ഥായാം അനുസഞ്ചരതി ഏവ. എൻ്റെ അർത്ഥം എന്താണ്? പുരുഷഃ സാക്ഷിരൂപേണ ഉപലബ്ധി എന്ന് വെച്ചാൽ ഈ പരമാത്മാവ് സാക്ഷിയായി എപ്പോഴും നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാകുന്നു. സ അവൻ, ആര്? സജീവാത്മാ, ജീവാത്മാക്കൾ എല്ലാവരും ജാഗ്രതയിൽ നിന്നും സ്വപ്നത്തിലേക്ക് അനുസഞ്ചരതി പോകുന്നത്, അനുസഞ്ചരണം ചെയ്യുക, ടു ട്രാവൽ എന്നുള്ള അർത്ഥമാണ് അല്ലേ. നമ്മളാകുന്ന ജീവാത്മാ പരമാത്മാവ് നമ്മളോടൊപ്പം എപ്പോഴും സാക്ഷിയായി, സാക്ഷി എന്ന് വെച്ചാൽ എപ്പോഴും ഉള്ളതെന്നാണ് ഇവിടുത്തെ അർത്ഥമേ. എപ്പോഴും നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാണ് അല്ലയോ സാമ്രാട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും സ്വപ്നത്തിലേക്ക് പോകാനും, സ്വപ്നത്തിൽ നിന്നും വീണ്ടും സുഷുപ്തിയിലേക്ക് പോകാനും, സുഷുപ്തിയിൽ നിന്നും വീണ്ടും ജാഗ്രതയിലേക്ക് വരാനും അല്ലെ. ഈ മൂന്നവസ്ഥയിൽ നമ്മളിങ്ങനെ കറങ്ങുമല്ലേ അല്ലേ. ചിലപ്പോൾ ഉണർന്നിരിക്കും, ചിലപ്പോൾ സ്വപ്നം കാണും, ചിലപ്പോൾ നന്നായി ഉറങ്ങും, പിന്നെ ആ ഉറക്കത്തിൽ നിന്നും വീണ്ടും എഴുന്നേക്കും അല്ലേ, വീണ്ടും ഉറങ്ങും. ഇങ്ങനെ നമ്മൾ ഈ ത്രികോണത്തിൽ കിടന്ന് കളിക്കുമല്ലേ അല്ലേ, മൂന്നവസ്ഥയിൽ കിടന്ന്. അപ്പം ആ മൂന്നവസ്ഥകളിലൂടെ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? എഫേർട്ട്ലെസ്ലി അല്ലേ, ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ അനായാസേന അല്ലേ, അങ്ങനെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. എന്തെങ്കിലും എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടോ? ഇല്ല, നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുമ്പം തന്നെ നമ്മൾ ഗാഢ നിദ്രയിലേക്ക് പോകും, പിന്നെ അവിടുന്ന് തന്നെ നമ്മൾ എഴുന്നേറ്റ് വരും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? പുരുഷഃ സാക്ഷിരൂപേണ ഉപലബ്ധി, പരമാത്മാവ് എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം ഉപലബ്ധമായതുകൊണ്ട്. അതായത് ഉപലബ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം
അപരോക്ഷമായി നമ്മളിൽ നിന്നും വേറെയല്ലാതെ എപ്പോഴും നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാകുന്നു സാമ്രാട്ട് നമുക്ക് ഈ അവസ്ഥകളിലൂടെ എല്ലാം കടന്നു പോകാൻ സാധിക്കുന്നത്. ആ പരമാത്മാവിനെയാണ് ആത്മജ്യോതി എന്ന് വിളിക്കുന്നത്. ആര്? ശാസ്ത്രം വിളിക്കുന്നത്, അല്ലെ വിളിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് അതാകുന്നു ആത്മജ്യോതി. ഈ പരമാത്മാവിനാൽ പിന്നെ പറയുന്നു, നമ്മൾ അത്ര എഴുതി, സഹ സമാനഹ, അതിൻ്റെ അത് കഴിഞ്ഞ് ജാഗ്രത സ്വപ്ന സുഷുപ്തി ഒക്കെ എഴുതി. അത് കഴിഞ്ഞ് എന്താണ്? സൻ ഉഭൗ ലോകവും അനുസഞ്ചരതി, ഈ രണ്ട് ലോകങ്ങളിലും യാത്ര ചെയ്യുന്നെന്നാണ്. അവിടെ ഉഭൗ എന്ന വാക്കിനാണ് നമ്മൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് എഴുതിയത്. ഈ മൂന്ന് അവസ്ഥ, ലോകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ സ്വർഗലോകം ഭൂലോകം എന്നല്ല, ഇവിടെ അവസ്ഥ എന്നാണ് അർത്ഥമേ. ലോകം എന്ന വാക്കിന് ഈ സന്ദർഭത്തിലെ അർത്ഥം അവസ്ഥ. ഏത്? ജാഗ്രത അവസ്ഥ, സ്വപ്ന സുഷുപ്തി അവസ്ഥ. അതിൽ കൂടെയൊക്കെ നമ്മൾ അനുസഞ്ചരണം ചെയ്യുന്നത്, അതായത് അനായാസേന സഞ്ചരതി, അതാണ് അനുസഞ്ചരണം. അനു എന്ന ഉപസർഗം ഉപയോഗിച്ചിരിക്കുന്നത് അനായാസം എന്ന പദത്തിനായിട്ടാണ്. അപ്പൊ അനുസഞ്ചരതി, അനായാസേന സഞ്ചരതി, നമ്മൾ ഒരു ആയാസവും കൂടാതെ നമ്മൾ ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാൻ സാധിക്കുന്നത് പരമാത്മാവ് എപ്പോഴും ഉപലബ്ധമായതുകൊണ്ടാണ്. അതായത് അപരോക്ഷം, അല്ലേ? ഉപലബ്ധം എന്ന് വെച്ചാൽ അപരോക്ഷം എന്നാണ് ഇവിടെ അർത്ഥം. എപ്പോഴും നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാണ്. അതാകുന്നു അങ്ങ് ചോദിച്ച ആത്മജ്യോതി. പക്ഷേ അതിനുശേഷം പറയുന്നു, ധ്യായതി ഇവ ലേലായതി ഇവ. അത് പരമാത്മ ലക്ഷണമാണ്, അല്ലെങ്കിൽ ആത്മജ്യോതി ലക്ഷണം എന്നും പറയാം. കാരണം ആത്മജ്യോതി എന്തായിരുന്നല്ലോ ചോദ്യം. ആത്മജ്യോതി എന്ന വാക്ക് പരമാത്മാവിനെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പരമാത്മ ലക്ഷണം എന്ന് പറയുന്നത് തെറ്റില്ല, പക്ഷെ ആത്മജ്യോതി ലക്ഷണം എന്ന് പറയും. രണ്ടും ശരി തന്നെ. ആ ലക്ഷണം ജനക മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ധ്യായതി ഇവ ലേലായതി ഇവ. അത് ആ വാക്കിന് മുൻപായിട്ട് ധ്യായതി ഇവ ലേലായതി ഇവ എന്നതിന് മുൻപായിട്ട് അധ്യാഹാരം ചെയ്യണം. ജീവാത്മാ വ്യവഹ്രിയതേ, ജീവാത്മാ വ്യവഹ്രിയതേ എന്ന് വെച്ചാൽ ജീവാത്മാക്കൾ വ്യവഹരിക്കുമ്പോൾ, അതായത് നമ്മൾ ജാഗ്രതയിലൂടെയോ ഉറങ്ങുകയോ സ്വപ്നം കാണുകയോ ഒക്കെ ചെയ്യുന്ന ഈ വ്യവഹാരം നമ്മളെല്ലാവരും നടത്തുമ്പോൾ, അതാണ് ജീവാത്മാ വ്യവഹ്രിയതേ കോമ പരമാത്മാ അല്ലെങ്കിൽ ആത്മജ്യോതി. പരമാത്മാ ധ്യായതി ഇവ ലേലായതി ഇവ. ജീവാത്മാ വ്യവഹ്രിയതേ പരമാത്മാ ധ്യായതി ഇവ ലേലായതി ഇവ. പരമാത്മാവ് എപ്പോഴും നമ്മളോടൊപ്പം അപരോക്ഷമായിട്ടുണ്ടായെന്ന് നമ്മളിപ്പോ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാ അപരോക്ഷമായിട്ടുണ്ടായത്? നമ്മൾ എപ്പോഴും വ്യവഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമാത്മാവ് എന്താണ്? വ്യവഹരിക്കുന്നത് പോലെ. ആസ്ദോ, അതാണ് ഇവ എന്ന വാക്കിന്റെ അർത്ഥം. ആസ്ദോ, പക്ഷെ ശരിക്കും ഇല്ല. ഇവ എങ്ങനെ? ധ്യായതി ഇവ, പരമാത്മാവും നമ്മളോടൊപ്പം, കാരണം അപരോക്ഷമായിട്ടിരിക്കുകയാണ് നമ്മളോടൊപ്പം. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ പരമാത്മാവും ചെയ്യുന്നത് പോലെ. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യുന്നില്ല, സാക്ഷിയായിട്ടിരിക്കുകയാണ്, പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ധ്യായതി ഇവ, അതായത് ധ്യാനിക്കുന്നത് പോലെ. ഇവിടെ ധ്യാനിക്കുക എന്ന വാക്കിന്റെ അർത്ഥം ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചിന്തനം ചെയ്യുക എന്നാണ്. ടു തിങ്ക് എന്നാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്നത് പരമാത്മാവും ചിന്തിക്കുന്നത് പോലെ അല്ലെ. കാരണം ആ സാക്ഷിയായി ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. പിന്നെ എന്താണ്? ലേലായതി ഇവ, പരമാത്മാ ധ്യായതി ഇവ, പരമാത്മാ ലേലായതി ഇവ അല്ലെ. പരമാത്മാവും എന്താണ്? ലേലായതി എന്ന് വെച്ചാൽ വ്യവഹരിക്കുക,
ലലായതി എന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ് ഇളകുന്നത് പോലെ എന്നാണ്. ഇളകുക എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുക എന്ന അർത്ഥം അല്ലേ. ആസ് ദോ ഡുവർ അല്ലേ, അല്ലെ ടു ആക്ട്, കർമ്മം ചെയ്യുന്നത് പോലെ തോന്നും. പക്ഷെ ആത്മസ്വരൂപ പരമാത്മ ഇതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവ എന്ന ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. സ്വരൂപ ലക്ഷണം പറഞ്ഞിരിക്കുകയാണ് പരമാത്മാവിൻ്റെ. ഒന്നുകൂടെ പറയാം. ചോദ്യം എന്താണ് ആത്മജ്യോതി, അതിൻ്റെ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ആത്മജ്യോതി സ്വരൂപന്റെ ലക്ഷണമാണ് ഈ പറഞ്ഞത്. ധ്യായതി ഇവ ലേലായതി ഇവ, ഇത് പരമാത്മ ലക്ഷണം. ഇത് തന്നെയാണ് ജീവൻ മുക്തന്റെ ലക്ഷണവും അല്ലേ. ധ്യായതി ഇവ, കർമ്മം ചെയ്യുന്നത് പോലെ, പക്ഷെ കർമ്മം ചെയ്യുന്നില്ല. ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നത്. ഇത് ഈശ്വരന്റെ ലക്ഷണവും നമുക്ക് എടുക്കാം. അതായത് ഈശ്വരൻ ഉദ്ദേശിക്കുന്ന അവതാരങ്ങളുടെ, രാമാവതാരം, കൃഷ്ണാവതാരം, അങ്ങനെ നമുക്ക് അവതാരങ്ങൾ എടുത്താലും എന്താ, വ്യവഹരിക്കുന്നത് പോലെ ഭഗവാൻ അല്ലേ, ശിശുപാലന്റെ കഴുത്ത് അറക്കുന്നത് പോലെ നമ്മൾ കാണുമ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കർമ്മങ്ങളോടും ആ അവതാരങ്ങൾക്കൊന്നും ഒരു ബന്ധനവുമില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവതാരങ്ങളുടെ എല്ലാ കർമ്മത്തിനെയും ലീല എന്ന് പറയാൻ കാരണം അല്ലേ. ഭഗവാൻ ലീലയാടി എന്നല്ലേ നമ്മൾ പറയാ. എന്താണ് ഈ ലീല? പോലെ, ചെയ്തതുപോലെ. പക്ഷെ യഥാർത്ഥത്തിൽ അതിനോടൊന്നും ഒരു ബന്ധവും ഇല്ല. ആചാര്യസ്വാമികൾ എഴുതിയിരിക്കുന്നത് അകർത്ത അഭോക്ത പരമാത്മലക്ഷണം. അതായത് പരമാത്മാവ് അകർത്താവാണ്, ഒരു കർമ്മത്തിനോടും ബന്ധനമില്ല അല്ലെ. അതുകൊണ്ടെന്നാണ് കർമ്മഫലം ഭുജിക്കുന്നില്ല. നമ്മളെപ്പോലെ പുണ്യമോ പാപമോ അനുഭവിക്കേണ്ടി വരുന്നില്ല. ജീവൻ മുക്തന്മാരും അങ്ങനെയാണ്. ചില ജീവൻ മുക്തന്മാർ എന്തെല്ലാം ചെയ്യുന്നു, ആസ്പത്രി പണിയുന്നു അല്ലേ, പിന്നെ സ്കൂള് പണിയുന്നു, ആതുരാലയങ്ങൾ പണിയുന്നു അല്ലേ. പക്ഷെ അവർക്ക് അതൊന്നുമായിട്ട് ബന്ധമില്ല അല്ലേ. യഥാർത്ഥ ജീവൻ മുക്തൻ, അല്ലാണ്ട് ആക്ട് ചെയ്യുന്നവരെ അല്ല പറയണേ, യഥാർത്ഥത്തിലുള്ളവർ അല്ലേ. ഒരു ബന്ധവുമില്ല. അത് തന്നെയാണ് ഈശ്വരന്റെ ലക്ഷണം. അതാണ് ജീവൻ മുക്തൻ ഈശ്വരനായി മാറുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം അല്ലേ. മഹാത്മാക്കളെ കാണുമ്പോൾ നമ്മൾ ഈശ്വര തുല്യരായി കാണുന്നതിന്റെ കാരണം ഇതാ. ഒരു കർമ്മത്തിനോടും അവർക്ക് ബന്ധമില്ല. അകർത്ത. പിന്നെ എന്താണ്? അഭോക്ത. ഭോക്ത എന്ന് വെച്ചാൽ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവർ, പുണ്യം പാപം. ഭഗവാന് പുണ്യവുമില്ല പാപവുമില്ല അല്ലേ. ആചാര്യസ്വാമികള് ഈ ലക്ഷണത്തിന് റഫറൻസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ധ്യായതി ഇവ ലലായതി ഇവ, പരമാത്മാ അകർത്താവ് അഭോക്താവ് ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ഭഗവാൻ അർജുനനോടും പറയുന്നു. ജീവൻ മുക്തന്റെ ലക്ഷണമാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെ. ഭഗവത്ഗീത 5ാം അധ്യായം 2ാം ശ്ലോകം മുതൽ 29 വരെ, അതായത് ഫുള്ള് 5ാം അധ്യായം മുഴുവൻ ജീവൻ മുക്തന്റെ ലക്ഷണമാണ് അവിടെ പറയുന്നത്. അതിനുശേഷം അവിടെ നമുക്ക് അകർത്ത അഭോക്ത എന്ന് പറയുന്നിടത്തൊക്കെ ഉണ്ട്. പശ്യൻ, സ്പൃണ്ണൻ, സ്പൃശൻ, ജിക്രൻ, അശ്നൻ, ഗച്ഛൻ, സ്വപൻ, ശശി അല്ലേ, ഉന്മിഷൻ, നിമിഷൻ, നവി ഇത്യാദി ഇത്യാദികൾ അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 5ാം അധ്യായം 13ാം ശ്ലോകം. ധ്യായതി ഇവ ലേലായതി ഇവയുടെ ഉള്ളത് 5.13. നൈവ കുറുവൻ ന കാരയൻ, ഒന്നും ചെയ്യുന്നുമില്ല. നൈവ കുറുവൻ ന ഏവ കുറുവൻ, അത് തന്നെയാണ് ധ്യായതി ഇവ. ന കാരയൻ ലേലായതി ഇവ അല്ലേ. ഭഗവത്ഗീത 5ാം അധ്യായം 8ാം ശ്ലോകത്തിലും ഉണ്ട് ഇന്ദ്രിയാർത്ഥേഷു അല്ലേ. ഇന്ദ്രിയാഹ ഇന്ദ്രിയാർത്ഥേഷു വർദ്ധന്തേ ഇതി ധാരയൻ, 8ാം ശ്ലോകം. പിന്നെ 13ാം ശ്ലോകത്തിന്റെ അവസാനം
അല്ലേ? എഴുതി വെച്ചോളൂ, സമയം കിട്ടുമ്പോൾ നിങ്ങൾ നോക്കണം അല്ലേ? സർവകർമാണി സന്യസ്യ, എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ചോ. ജീവൻമുക്തന്റെ ലക്ഷണമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു കർമ്മങ്ങളുമായിട്ട് ബന്ധമില്ലെന്ന്. അത് തന്നെയാണ് പരമാത്മാവ്. നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, കാണാൻ സാധിക്കുന്നത്, കർമ്മം ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ നമുക്ക് അതിനോടൊക്കെ ബന്ധമുണ്ട്, ബന്ധനമുണ്ട് ആ കർമ്മങ്ങളോടൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് അതിൻ്റെ പുണ്യപാപം വന്നുകൊണ്ടേയിരിക്കും. നല്ല സത്കർമ്മാണ് പുണ്യം, അതിൻ്റെ വിപരീതവും വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ പരമാത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ല. എന്തെല്ലാം ഭഗവാൻ അവതാരങ്ങളിൽ ലീലയാടി. പക്ഷെ എന്തെങ്കിലും നമ്മളെപ്പോലെ പുണ്യപാപം അനുഭവിക്കാനായിട്ട് വീണ്ടും ജന്മം എടുക്കേണ്ടി വന്നോ? ഇല്ല. എന്തുകൊണ്ടാണ്? ധ്യായതി ഇവ അല്ലേ, ലായതി ഇവ അല്ലേ? നിങ്ങൾ സമയം കിട്ടുമ്പം എടുത്തു നോക്കണം 5-ാം അധ്യായം, ഈ ശ്ലോകങ്ങൾ. ഓക്കെ. അങ്ങനെ പരമാത്മാ ലക്ഷണം പറഞ്ഞതിന് ശേഷം അകർത്ത അഭോക്ത അല്ലേ, ഭോക്തൃത്വരഹിത കർത്തൃത്വരഹിത അല്ലേ, അതാണ് അകർത്ത അഭോക്ത. അത് തന്നെ അതിൻ്റെ കുറച്ചുകൂടെ നീട്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭോക്തൃത്വം രഹിത ഇല്ലാത്തവൻ, കർത്തൃത്വ രഹിത കർത്തൃത്വവും ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവമില്ലാത്തവൻ, ഭോക്തൃത്വരഹിത. അതുകൊണ്ട് എന്താ, ഞാൻ കർമ്മം ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പുണ്യവും വേണ്ട, എനിക്ക് അതിൻ്റെ പാപവും വേണ്ട അല്ലേ. അത് നിത്യവൈരാഗി. അത് തന്നെ ഇവിടെ പറയുന്നത്. അതിനുശേഷം എന്താ പറയുന്നത്? ധ്യായതി ഇവ ലലായതി ഇവ. അത് കണ്ടസ്ഥാക്കാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും അത് പഠിക്കുക, ആ ഭാഗം മാത്രം. ആചാര്യസ്വാമികൾ തൻ്റെ ഭഗവത്ഗീത ഭാഷ്യത്തിൽ ഇതൊരു 16 തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്ക്. പരമാത്മ ലക്ഷണമൊക്കെ എവിടെ പറയുന്നു അവിടെയൊക്കെ ഇതാ പറയുന്നത്. 5-ാം അധ്യായത്തിൻ്റെ ഗീതാഭാഷ്യം എടുത്ത് നോക്കിയാലും കാണാം. ഭഗവാൻ അകർത്താവാണ്, അഭോക്താവാണ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പറയുന്നു സഹി സ്വപ്നോ ഭൂത്വം ഇമം ലോകം അതിക്രാമതി മൃത്യോ രൂപാണി. അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? സഹി സ്വപ്നോ ഭൂത്വ. പരമാത്മാവ് സഹി, സ ഹി, അവൻ തന്നെ, ഹി തന്നെ. സ എന്ന് വെച്ചാൽ അവൻ. ആര്? സ പരമാത്മാ. സ എന്ന വാക്കിന് തൊട്ട് മുമ്പ് നമ്മൾ ജീവാത്മാ എന്ന് എഴുതിയത്, പക്ഷെ ഇവിടെ പരമാത്മാ എന്നാ. കാരണം പരമാത്മാവിനെ കുറിച്ച് പരമാത്മ ലക്ഷണ പറയുന്നത്. അതുകൊണ്ട് ആ ലക്ഷണം വിഷയമായതുകൊണ്ട് സ എന്ന വാക്കിന് ഇവിടെ അർത്ഥം പരമാത്മാ. ആ പരമാത്മാവ് ഹി, ആ പരമാത്മാവ് തന്നെ. ദാറ്റ് ഇറ്റ് സെൽഫ്, അതാണ് ഹി എന്ന വാക്കിൻ്റെ അർത്ഥം. പരമാത്മാ ദാറ്റ് ഇറ്റ് സെൽഫ് അല്ലേ. സ ഹി, ആ പരമാത്മാവ് തന്നെ. പിന്നെ എന്താണ്? സ്വപ്നോ ഭൂത്വ ഇമം ലോകം അതിക്രാമതി മൃത്യോരൂപാണി. ഇവിടെ സ്വപ്നോ എന്ന വാക്കിൻ്റെ അർത്ഥം മായാന്ന. പരമാത്മാവിൻ്റെ ഒരു സ്വപ്നമാണ് ഇത്, ഈ ലോകം മുഴുവൻ. താൻ തൻ്റെ മായയാൽ ഈ ലോകത്തെ കർമ്മത്തിലൂടെ സൃഷ്ടിച്ചു അല്ലേ. ഈ ലോകപാലകരെ സൃഷ്ടിച്ചു, പഞ്ചമഹാഭൂതങ്ങളെ സൃഷ്ടിച്ചു, എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. ഭഗവാന്റെ ഒരു സ്വപ്നം മാത്രമാണിതെന്ന് എന്നുവെച്ചാൽ, സ്വപ്നം മാത്രം എന്ന് വെച്ചാൽ അതിന് സ്വപ്നം എന്ന വാക്കിന് ഇവിടെ നമ്മൾ മായാന്ന് എടുത്തു. എന്തുകൊണ്ടെടുത്തു? അത് ശാശ്വതമല്ലാത്തത് കൊണ്ട്. സ്വപ്നം ശാശ്വതമാണോ? നമ്മൾ കാണുന്നത്, നമ്മൾ സ്വപ്നത്തിൽ ചിരിക്കുന്നു, കരയുന്നു, സുഖിക്കുന്നു, ദുഃഖിക്കുന്നു, ഇതൊന്നും ശാശ്വതമല്ലല്ലോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കണേ, സ്വപ്നം എന്ന വാക്കിന് ഇവിടെ മായാന്നെടുത്തു. അതിന് കാരണമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളൊക്കെ കാണുന്ന സ്വപ്നം ശാശ്വതമല്ലാത്തതുപോലെ പരമാത്മാവ് മായാസഹിതനായി ലോകമൊക്കെ സൃഷ്ടിച്ചതും ശാശ്വതമല്ല. അതുകൊണ്ട് ആത്മസ്വരൂപനെ സ്വപ്നം എന്ന വാക്കുകൊണ്ട് ഉപമിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി അല്ലേ. ഇതൊരു ഭഗവാന്റെ സ്വപ്നമാണെന്ന്, ലീലയാണെന്ന്. മായാസഹിതനായി
ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭഗവാൻ സൃഷ്ടിച്ചു. സ്വപ്നമായതുകൊണ്ട്, സ്വപ്ന സൃഷ്ടി ആയതുകൊണ്ട് ഈ സൃഷ്ടി ശാശ്വതമല്ല, സമ്രാട്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ, എപ്പോഴാണോ ഇത് അവസാനിപ്പിക്കേണ്ടത്, ഇമം ലോകം അതിക്രാമതി മൃത്യോരൂപാണി. ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഈ ലോകം മുഴുവൻ, ഇവിടെ ലോകം എന്ന് വെച്ചാൽ 14 ലോകങ്ങളും കേട്ടോ. ഇമം, ഈ ലോകം, അതായത് സർവ്വലോകവും. ഇമം ലോകം എന്ന് വെച്ചാൽ സർവ്വലോകവും. കണ്ടോ, തൊട്ടു മുമ്പ് ലോകം എന്ന വാക്കിന് വേറെ അർത്ഥമായിരുന്നു, ഇവിടെ വന്നപ്പോൾ വേറെ അർത്ഥം വന്നു അല്ലേ. ഈ എന്തൊക്കെ ഭഗവാൻ മായാ രൂപത്തോടുകൂടി സൃഷ്ടിച്ചോ അതൊക്കെ എന്ത് ചെയ്യും, മൃത്യുവായി വന്ന് ഭഗവാൻ രുദ്രരൂപത്തിൽ അതിനെയൊക്കെ അതിക്രമിക്കുന്നു, അതിനെയൊക്കെ നശിപ്പിച്ച് സ്വപ്നം എങ്ങനെയാണോ നമ്മൾ അവസാനിപ്പിക്കുന്നത് അല്ലേ, ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ അല്ലെ ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ സ്വപ്നം തീരില്ലേ, നമ്മൾ പിന്നെ റിയാലിറ്റിയിലേക്ക് വരില്ലേ, അതുപോലെ തന്നെ ഭഗവാൻ ഈ സ്വപ്ന നാടകം അവസാനിപ്പിക്കുമ്പം താൻ മഹാപ്രളയത്തിൽ ഇതിനെയൊക്കെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും. ഈ ലീലാ നാടക സൂത്രധാരനെയാണ് അല്ലയോ സാമ്രാട്ട് ആത്മസ്വരൂപൻ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സപ്തമ മന്ത്രം അവസാനിപ്പിക്കുകയാണ്. അടുത്തത് എളുപ്പമാണ്, നമുക്ക് അതിലേക്ക് പോകാം. 7ാമത്തെ മന്ത്രം. ഇത്രയും വരെ പഠിച്ചത് സ്വയം ജ്യോതി ബ്രാഹ്മണം. എന്താണ് ജ്യോതി എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ആകാശം ആദിത്യൻ, ചന്ദ്രൻ, അഗ്നി, ശബ്ദം, ഇത്രയും ഉദാഹരണമായി പറഞ്ഞു. അതൊക്കെ മനസ്സിലാക്കിയ ജനക മഹാരാജാവ് ചോദിച്ചു, ഭഗവാൻ അല്ലെ ഗുരുനാഥ, എന്താണ് ആത്മജ്യോതി? അപ്പോൾ ആത്മജ്യോതി എന്തെന്ന് സപ്തമ മന്ത്രത്തിൽ പറഞ്ഞു കൊടുത്തു. ആത്മജ്യോതി എന്ന പരമാത്മാവിനെ തന്നെയാണ് ആത്മജ്യോതി എന്ന് പറയുന്നത്. ആ ആത്മജ്യോതി സ്വരൂപൻ എപ്പോഴും എവർ അറ്റൈൻ അല്ലെ, എപ്പോഴും നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ജീവികൾക്ക് വ്യവഹരിക്കാൻ സാധിക്കുന്നത്, ജാഗ്രത സ്വപ്ന സുഷുപ്തി ഇത്യാദി അവസ്ഥകളിലൂടെ എല്ലാം കടന്നു പോകാൻ സാധിക്കുന്നത്. ആ ജീവാത്മാക്കളോടൊപ്പം സദാ ആരിയ്ക്കുന്നു, അതാകുന്നു ആത്മസ്വരൂപൻ. ആ ആത്മസ്വരൂപൻ പക്ഷെ ഈ ജീവാത്മാക്കളോടൊപ്പം സദാ ഉണ്ടെങ്കിലും ജീവാത്മാക്കൾ ചെയ്യുന്ന ഒരു കർമ്മത്തിനോടും ഒരു ബന്ധവുമില്ല അല്ലേ. അതാണ് നമ്മൾ ആദ്യം ആദിത്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ലക്ഷണം എഴുതിയില്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. 2ാമത്തെ മന്ത്രം, 3ാമത്തെ മന്ത്രം, 4ാമത്തെ മന്ത്രത്തിലൊക്കെ കിന്തു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയില്ലേ. സാക്ഷ്യരൂപേണ സൂര്യൻ നമുക്ക് വ്യവഹരിക്കാനുള്ള പ്രകാശം തരുന്നുണ്ട്, പക്ഷെ സൂര്യൻ ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ആ സൂര്യനെ സാക്ഷിയായിട്ടാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് എൻ്റെ പുണ്യം മുഴുവൻ സൂര്യൻ എടുത്തോട്ടെ എന്ന് നമ്മൾ പറയുമോ? ഇല്ല അല്ലേ. ചന്ദ്രനെ സാക്ഷിയായിട്ടാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് എൻ്റെ പാപം മുഴുവൻ സാക്ഷിയായിരിക്കുന്ന ചന്ദ്രൻ എടുത്തോട്ടെ നമുക്ക് പറയാൻ പറ്റൂല, അത് നടക്കുകയില്ല അല്ലേ, ഇമ്പോസിബിൾ ആണത്. അതുപോലെ തന്നെ അങ്ങനെ ദേവതകളുടെ ഉദാഹരണം നമ്മൾ കണ്ട് ഇവിടെ ആത്മജ്യോതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ലക്ഷണം ഏത് ദേവതകൾക്ക് നമ്മൾ ആദ്യം അധ്യാഹാരം ചെയ്തു കൊടുത്ത ലക്ഷണങ്ങൾ, സാക്ഷിയായിരിക്കുന്നവൻ, ആ ലക്ഷണം ഇവിടെ ആത്മജ്യോതിസിന് ജനക മഹാരാജാവിനോട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു കൊടുത്തു. അതാണ് ഇവ. അപ്പൊ നമ്മളും ഇങ്ങനെ ആകണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മളും എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും അല്ലെ, കാരണം അതുകൊണ്ടാണ് നമ്മൾ ജീവൻ മുക്തന്റെ ലക്ഷണമെന്നും പറഞ്ഞത് ഇവിടെ. എങ്ങനെ ഒരാൾക്ക് ജീവൻ മുക്തനാകാം? എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഫലേച്ഛ കൂടാതെ. ഞാൻ ഇത്രയും ഇന്ന് അരമണിക്കൂർ ധ്യാനിച്ചു, അതുകൊണ്ട് എനിക്ക് ഇത്ര പുണ്യം വേണം, വേണ്ട അല്ലേ. ഞാൻ ഇന്ന ആളെ സഹായിച്ചു, എനിക്ക് അതുകൊണ്ട് ഇത്ര പുണ്യം വേണം അല്ലേ. നൈവ കുറുവൻ ന കാരയൻ, എങ്ങനെ സാധിക്കാൻ സാധിക്കും? അതാണ് നമ്മൾ ഭഗവത്ഗീത ഇവിടെ റെഫർ ചെയ്യേണ്ടത്. അർജുനന്റെ ചോദ്യം എന്താണ് സന്യാസം എന്നായിരുന്നു. അപ്പോൾ ഭഗവാൻ 5ാം അധ്യായത്തിലെ 2ാം ശ്ലോകം ആരംഭിക്കുന്നത് സന്യാസ്യസ്യ കർമ്മയോഗച്ഛ നിശ്രേയസ്
നിശ്രേയസമാണെന്നത്. അതായത് സന്യാസം ചെയ്യുക എന്നുവെച്ചാൽ വസ്ത്രം ഇടുക എന്നല്ല. സന്യാസിയാകുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചാൽ നമുക്കറിയാം, നമ്മൾ പല സ്ഥലത്തും കണ്ടതാണ്. ഒരു കർമ്മത്തിനോടും അല്ലെ ഞാൻ കാരണമാണ് അല്ലെ ഇന്നയാളിൽ ഇന്നത് ചെയ്യാൻ പറ്റിയത് അല്ല ഞാൻ കാരണമാണ് പുത്രനുണ്ടായത്, ഞാൻ കാരണമാണ് പുത്രി ഉണ്ടായത് അല്ലേ. അതാണ് സന്യാസം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടും സാധിക്കും. ധ്യായതി ഇവ അല്ലേ. അങ്ങനെ ഇവ എന്ന വാക്ക് പ്രാബല്യത്തിൽ വരുത്തുകയാണെങ്കിൽ നമ്മളും ജീവൻമുക്തര്. അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോഴെന്താണ്? മൃത്യോരൂപാണി. മൃത്യു വന്നാലും ഒരു നമോവാകം അല്ലേ. എങ്ങനെയാണ് നചികേതസ് ചെയ്തത്? മൃത്യോർ യസ്യോപസേചനം ഖൈദ്ധ വേദയത്ര സഹ. മൃത്യു വന്നാലും അത് വന്നോളൂ, ഇരുന്നോളൂ, ചായ കുടിക്കൂ, നമുക്ക് ഒരുമിച്ച് പോകാം എന്നുള്ള ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും. കാരണം മായാസഹിതനായി സൃഷ്ടിച്ചവൻ എപ്പോൾ വേണമെങ്കിലും ഈ മായയെ അവസാനിപ്പിച്ച് തൻ്റെ ലീലയൊക്കെ അവസാനിപ്പിച്ച് സൃഷ്ടിയെ ഇല്ലാണ്ടാക്കാം. അതുകൊണ്ട് കോ ഭയ അല്ലെ, എന്തിന് എനിക്ക് ഭയം എന്നുള്ള ഭാവത്തിലേക്ക് എത്തവേണം എന്ന് ജനക മഹാരാജാവിനോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇതൊന്നും കേട്ട നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് പെട്ടെന്നൊന്നും മൃത്യുഭയം മാറ്റാനോ അല്ലെങ്കിൽ അകർത്താവായിരിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി വീണ്ടും തുടരുകയാണ് ജനക മഹാരാജാവ്. എങ്ങനെ നമുക്ക് ഈ കർമ്മമൊക്കെ ചെയ്യുമ്പോഴും അതിനോട് ഒട്ടലില്ലാണ്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. എങ്ങനെ ഭോക്തൃത്വമില്ലാണ്ട് ജീവിക്കാൻ സാധിക്കും. ആ നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വരികയാണ്. നമുക്ക് ആ മന്ത്രം ഒന്ന് പാരായണം ചെയ്യാം. വ്യാഖ്യാനം നാളെ കാണാം. അഷ്ടമ മന്ത്രം. അപ്പം നമ്മളോട് തന്നെ ചോദിക്കുക, ശ്രമിക്കുക, വീഴുക, എഴുന്നേൽക്കുക, വീണ്ടും വീഴുക, വീണ്ടും എഴുന്നേൽക്കുക. നമ്മളോട് തന്നെ ചോദിക്കുക, എത്രമാത്രം എനിക്ക് കർത്തൃത്വം, എത്രമാത്രം ഇവ പറ്റുന്നുണ്ട് എന്ന് അല്ലേ. സവാ അയം പുരുഷോ ജായമാനഃ. പുരുഷഃ എന്നവിടെ പറയില്ല കേട്ടോ, പുരുഷോ എന്ന് തന്നെ ചൊല്ലണം. ജായമാനഃ കോമ, ജായമാനഃ കഴിഞ്ഞ് കോമയുണ്ട്. ശരീരം അഭിസംബധ്യമാനഃ കോമ. പാത്മഭിഹി സംസൃജ്യതേ കോമ. സഹ ഉത്ക്രാമൻ മ്രിയമാണഃ കോമ. പാത്മനോ വിജഹാതി. സവാ അയം പുരുഷോ ജായമാനഃ ശരീരം അഭിസംബധ്യമാനഃ പാത്മഭിഹി സംസൃജ്യതേ സഹ ഉത്ക്രാമൻ മ്രിയമാണഃ പാത്മനോ വിജഹാതി. ഒരുമിച്ച് ചൊല്ലാം. അഷ്ടമ മന്ത്രം. സവാ അയം പുരുഷോ ജായമാനഃ ശരീരം അഭിസംബധ്യമാനഃ പാത്മഭിഹി സംസൃജ്യതേ സഹ ഉത്ക്രാമൻ മ്രിയമാണഃ പാത്മനോ വിജഹാതി. സവാ അയം പുരുഷോ ജായമാനഃ ശരീരം അഭിസംബധ്യമാനഃ പാത്മഭിഹി സംസൃജ്യതേ സഹ ഉത്ക്രാമൻ മ്രിയമാണഃ പാത്മനോ വിജഹാതി. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ
प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्री गुरुभ्यो नमः। हरिः ॐ।